സോഫ്റ്റ് പെഡലിംഗ് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ന്യൂസ് ചാനലുകൾ കാണാനും പത്രങ്ങൾ വായിക്കാനും അങ്ങനെ വാർത്തകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഈ സോഫ്റ്റ് പെഡലിംഗ് എന്ന വാക്ക്. ഭാരവിചാരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു ജേർണലിസം അധ്യാപകനല്ല. ആ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങളെ പഠിപ്പിക്കാനുമല്ല ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാർത്തകൾ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമായ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാനാണ് അല്ലെങ്കിൽ പറയാനാണ് ഈ ആഴ്ചത്തെ വാരവിചാരം ശ്രമിക്കുന്നത്. നിങ്ങളുടെ മുൻപിലെത്തുന്ന ഓരോ വാർത്തകളുടെയും പിന്നിലെ യഥാർത്ഥ ഗ്രാവിറ്റി, വാർത്തകളുടെ യഥാർത്ഥമുള്ള ഇൻറ്റൻസിറ്റി, മാധ്യമങ്ങൾ എത്രമാത്രം നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നു എന്നറിയാൻ, ഓരോ വാർത്തയിലും നിങ്ങൾ എത്ര ശതമാനം കബളിപ്പിക്കപ്പെട്ടു എന്നറിയാൻ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ തീർച്ചയായും സഹായിക്കും. ഈ ടിപ്സിലേക്ക് കടക്കും മുൻപേ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഈ സോഫ്റ്റ് പെഡലിംഗ് എന്നത് എന്താണെന്ന് കൃത്യമായിട്ട് തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. ബറി ദ ലീഡ്, ബോത്ത് സൈഡിസം, അണ്ടർ സ്റ്റേറ്റ്മെന്റ്, യുഫമിസം എന്നൊക്കെയുള്ള ജേർണലിസം ടെക്സ്റ്റ് ബുക്ക് വാക്കുകളെല്ലാം നമുക്ക് ഈ സോഫ്റ്റ് പെഡലിംഗ് എന്ന ഒറ്റ വാക്കിലായിട്ട് വിശേഷിപ്പിക്കാം. ഒരു വാർത്തയ്ക്ക് അതർഹിക്കുന്ന പ്രാധാന്യം നൽകി അവതരിപ്പിക്കാതെ ലഘൂകരിച്ചോ മൃദുവായ ഭാഷയിലോ അല്ലെങ്കിൽ പകുതി മറച്ചു വെച്ചൊക്കെ അവതരിപ്പിക്കുന്ന രീതിയാണ് സോഫ്റ്റ് പെഡലിംഗ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ സഹിതം ഈ വിഷയം പറയാം. കാട്ടാൻ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ട ഒരു വാർത്ത നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. അങ്ങനെ ഒരു മാധ്യമം ആ വാർത്ത നൈതികതയോടെ വിഷയത്തിന്റെ ഗൗരവം ചോരാതെ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സ്വാഭാവികമായിട്ടും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടത്? കാട്ടാൻ ആക്രമണത്തിൽ 3 പേർ ദാരുണമായി കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് കാട്ടാൻ ഇറങ്ങി 3 പേർ കൊല്ലപ്പെട്ടു എന്നൊക്കെയായിരിക്കും ശരിക്കും വരേണ്ട ഒരു വാർത്ത. ഈ വാർത്ത ഇങ്ങനെ ആയിരിക്കും നമുക്ക് എന്താ തോന്നുക? കാട്ടാനിൽ കൊല്ലപ്പെട്ട ആ മനുഷ്യരെ സംബന്ധിച്ച് സഹതാപവും വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് എന്തുകൊണ്ടാണ് കഴിയാത്തത് എന്നൊക്കെ തോന്നിച്ചൊരു മൊത്തത്തിൽ ഒരു അമർഷമൊക്കെ തോന്നില്ലേ? എന്നാൽ ഇതേ വാർത്ത സോഫ്റ്റ് പെഡലിംഗ് ചെയ്തു കൊടുത്താൽ എങ്ങനെയിരിക്കും എന്നറിയാമോ? മനുഷ്യ വന്യജീവി സംഘർഷം 3 മരണം, അല്ലെങ്കിൽ കാട്ടാൻ ആക്രമണത്തിൽ 3 മരണം, കുടുംബങ്ങൾക്ക് സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. എന്തെങ്കിലും വ്യത്യാസം തോന്നിയോ? ആദ്യം വായിച്ചവരുടെ തലക്കെട്ടുകൾ കേട്ടപ്പോൾ തോന്നിയ അതേ വികാരമാണോ ഞാൻ ഇപ്പോൾ വായിച്ച ഹെഡ്ലൈനുകൾ കേട്ടപ്പോൾ തോന്നിയത്? ഈ പരിപാടിയാണ് സോഫ്റ്റ് പെഡലിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓരോ വാർത്തയും അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ജനങ്ങളിൽ എത്താതിരിക്കാൻ ബോധപൂർവം തന്നെ മാധ്യമങ്ങൾ അവലംബിച്ചു വരുന്ന കുടിലത ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന ഇപ്പോൾ ഫേക്ക് ന്യൂസ് ഒക്കെ ആണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഇത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഫാക്ട് ചെക്കിംഗ് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. പക്ഷേ ഈ സോഫ്റ്റ് പെഡലിംഗ് ചെയ്യപ്പെട്ട വാർത്തകൾ അല്ലെങ്കിൽ സോഫ്റ്റ് പെഡലിംഗിലൂടെ മാധ്യമങ്ങൾ നടത്തുന്ന പൊതുബോധ നിർമ്മിതി എന്തെങ്കിലും തരത്തിലുള്ള ഫാക്ട് ചെക്കിംഗ് നടത്തി കണ്ടെത്താൻ സാധിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഓരോ വാർത്ത കാണുമ്പോഴും നിങ്ങൾ എത്രമാത്രം ആഴത്തിൽ കബളിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ എത്രമാത്രം സോഫ്റ്റ് പെഡലിംഗിന് വിധേയമായി എന്ന് അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓരോ വാർത്തയിലും അടങ്ങിയിട്ടുള്ള സോഫ്റ്റ് പെഡലിംഗ് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗമാണ്, സ്വയം കണ്ടുപിടിക്കാനുള്ള ടിപ്സാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇനി മുതൽ നിങ്ങൾ വാർത്ത കാണുമ്പോൾ കേൾക്കുമ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ 4 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതെ, സിവിയാരിറ്റി. ഏത് വാർത്ത കാണുമ്പോഴും പ്രത്യേകിച്ച് അഴിമതി, കുറ്റകൃത്യങ്ങൾ, അങ്ങനെ ഭരണകൂടം ചോദ്യമേലാകുന്ന വിഷയങ്ങളിൽ ആ വിഷയത്തിൻ്റെ സിവിയാരിറ്റി, തീവ്രത ആ വാർത്തയുടെ തലക്കെട്ടിലും ആദ്യ വരികളിലും എത്ര ശക്തമായി ഉണ്ടെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ കാട്ടാൻ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു എന്ന് കൃത്യമായിട്ട് അല്ലെങ്കിൽ ശക്തമായിട്ട് പറയാതെ 3 പേർ മരണത്തിന് കീഴടങ്ങി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ, എന്നൊക്കെ തലക്കെട്ടുണ്ടെങ്കിൽ ആ വാർത്ത സോഫ്റ്റ് പെഡൽ ചെയ്യപ്പെട്ടു എന്നർത്ഥം. ഈ പ്രോഗ്രാം വാരവിചാരം ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ചയിലെ ഒരു ഉദാഹരണം ഞാൻ കാണിക്കാം. കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറിയും പ്രധാന കോൺഗ്രസ് നേതാവുമായ സുധീർ കുമാർ എന്നയാളുടെ വീടിന് മുമ്പിൽ വെച്ച് ഇബ്രാഹിം കുട്ടി എന്നൊരു വൃദ്ധൻ, കോൺഗ്രസ്സുകാരനായിട്ട് ഒരാൾ ഇക്കഴിഞ്ഞ ദിവസം പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്ത സംഭവം നിങ്ങളിൽ എത്ര പേര് അറിഞ്ഞു കാണും? ചിലരെങ്കിലും ചിലപ്പോൾ ആ വാർത്ത അറിഞ്ഞു കാണും. കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന കടത്തനാട് ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ താൻ നിക്ഷേപിച്ച 70 ലക്ഷം രൂപ തിരികെ കിട്ടാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന്, ആ വയോധികന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. നിലവിൽ കേരളം ഭരിക്കുന്ന പാർട്ടിയെ പറ്റിയിട്ടുള്ള വാർത്തയാണ്. എത്രമാത്രം സെൻസിറ്റീവായിട്ടുള്ള ഒരു വലിയ വാർത്തയാണെന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷേ ആ വാർത്ത ചില ഫ്ലാഷ് ന്യൂസുകളും സ്ക്രോളുകളും മാത്രമാക്കി ഏതാനും ചില മാധ്യമങ്ങൾ അങ്ങനെയായിട്ട് കൊടുത്തു വെച്ചാൽ അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കാതെ തന്നെ മാധ്യമങ്ങൾ ഈ വാർത്ത ഏതാണ്ട് മുക്കി. ഇനി ഈ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്താ കാർഡിൻ്റെ ഒരു സാമ്പിൾ ഞാൻ ഇപ്പോൾ കാണിക്കാം. കണ്ടോ? വയോധികൻ മരണത്തിന് കീഴടങ്ങിയത്രേ. കോവിഡ് വന്ന് മരിച്ചതല്ല, താൻ നിക്ഷേപിച്ച 70 ലക്ഷം രൂപ തൻ്റെ പൈസ തിരികെ തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ DCC സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും പണം കിട്ടാതെ വന്നപ്പോൾ ആ നിരാശയിൽ ആത്മഹത്യ ചെയ്തതാണ്. പച്ചയ്ക്ക് പറഞ്ഞാൽ അഴിമതിയുടെ ഇരയാണ്. വയോധികൻ മരണത്തിന് കീഴടങ്ങിപ്പോലും. അപ്പോൾ അതാണ്, ഏത് വാർത്ത കേൾക്കുമ്പോഴും ആദ്യം സ്വയം അതിൻ്റെ ഗ്രാവിറ്റി എത്രയെന്ന് ആലോചിക്കുക. ആ വാർത്തയിൽ അതേ കാര്യം, ആ വാർത്തയിൽ സംഭവിച്ച കാര്യം എനിക്കോ എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. വിഷയം അത് അറിയിക്കുന്ന സിവിയാരിറ്റിയിലാണോ അതിൻ്റെ ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഒക്കെ കൊടുത്തിട്ടുള്ളതെന്ന് നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ സോഫ്റ്റ് പെഡൽ ചെയ്യപ്പെട്ടു എന്നർത്ഥം.
കാണുന്ന വാർത്തകൾ എത്രമാത്രം സോഫ്റ്റ് പെഡലിംഗ് ചെയ്യപ്പെട്ടു എന്നറിയാൻ രണ്ടാമതായി നോക്കേണ്ട സംഗതിയാണ് അഴിമതിയെ സംബന്ധിക്കുന്ന വാർത്തകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭരണകൂടങ്ങൾ ചോദ്യമുനയിലാവുന്ന സാഹചര്യത്തിൽ കൊടുക്കുന്ന വാർത്തകളിലെ ആദ്യ വാചകങ്ങളിലോ തലക്കെട്ടുകളിലൊക്കെ ഒഫീഷ്യൽ ഫോക്കസ് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം ആ വാർത്ത സോഫ്റ്റ് പെഡൽ ചെയ്യപ്പെട്ട വാർത്തയാണ്. മുൻപ് സൂചിപ്പിച്ച പോലെ കാട്ടാനാക്രമണം 3 മരണം, സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു എന്നൊക്കെ കണ്ടാൽ, അതായത് സർക്കാരിൻ്റെ നടപടികൾ, സർക്കാരിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റുകൾ ആ വാർത്തയിൽ ഇങ്ങനെ കാര്യമായിട്ട് പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോണം നിങ്ങൾ കബളിപ്പിക്കപ്പെടുകയാണ് എന്ന്, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുകയാണ് എന്ന്. ഇത് മെയ് 30 മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്തയാണ്. ഈ ഒഫീഷ്യൽ ഫോക്കസ് വെച്ചിട്ടുള്ള സോഫ്റ്റ് പെഡലിങ്ങിൻ്റെ ഒരു ഉദാഹരണം ആണ്, ഉത്തമ ഉദാഹരണമാണ് ഞാനിപ്പോൾ കാണിച്ച വാർത്ത. ഈ വാർത്ത എങ്ങനെയാണ് സോഫ്റ്റ് പെഡലിങ്ങിൻ്റെ ഉദാഹരണമാകുന്നത് എന്ന് ഞാൻ പറയാം. ഇന്ത്യയിൽ നീറ്റ് എക്സാമിൻ്റെ പേപ്പർ ചോർന്നതും 22 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് എക്സാം ക്യാൻസൽ ചെയ്തതൊക്കെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ അറിഞ്ഞു കാണും. സോഫ്റ്റ് പെഡലിങ്ങിൻ്റെ ആറാട്ടായിരുന്നു നീറ്റ് എക്സാം ചോദ്യപേപ്പർ ചോർച്ചയെ സംബന്ധിച്ച് നമ്മുടെ മാധ്യമങ്ങൾ കൊടുത്ത വാർത്തകളെല്ലാം. ആലോചിച്ച് നോക്കിയേ, ചെറിയ വിഷയമല്ല. ഇന്ത്യയിലെ 22 ലക്ഷം വിദ്യാർത്ഥികളെ നേരിട്ട് തന്നെ ബാധിക്കുന്ന, ഇന്ത്യയിലെ ആരോഗ്യ മേഖലയെ പോലും ഒന്നടങ്കം തന്നെ ബാധിക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ നീറ്റ് എക്സാമിൻ്റെ ചോദ്യപേപ്പർ ചോർച്ച. ആദ്യമായിട്ടാണോ? അല്ല. കഴിഞ്ഞ വർഷവും ഇതേ പരീക്ഷയുടെ നീറ്റ് എക്സാമിൻ്റെ പേപ്പർ ചോർന്നിരുന്നു. പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് പ്രധാനപ്പെട്ട 41 വ്യത്യസ്ത പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോർന്നു. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 2 കോടി ഇന്ത്യൻ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന എക്സാം പേപ്പറുകൾ ഇന്ത്യയിൽ ചോർന്നു. വെറുതെ അങ്ങ് ചോരുന്നതല്ല, ചോർത്തുന്നതാണ്. ചോർത്തി ലക്ഷങ്ങൾക്ക് വിൽക്കുന്നതാണ്. പച്ചയ്ക്ക് പറഞ്ഞാൽ അഴിമതിയാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കൾ ഉൾപ്പെടെ പ്രതികളായ കേസാണ്. മെയ് 30 മാതൃഭൂമിയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നീറ്റ് എക്സാം പേപ്പർ ചോർച്ചയെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ മെയ് 29 സുപ്രീം കോടതി വളരെ രൂക്ഷമായ വിമർശനമാണ് കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയത്. ആ വിമർശനത്തെ മെയ് 30 മാതൃഭൂമി റിപ്പോർട്ട് ചെയ്താണ് ഞാനിപ്പോൾ നേരത്തെ കാണിച്ചത്. എങ്ങനെയുണ്ട്? അതായത് സുപ്രീം കോടതിയുടെ വിമർശനത്തെ പറ്റിയുള്ള വാർത്തയല്ല, പകരം ആ വിമർശനത്തിന് സുപ്രീം കോടതിക്ക് സർക്കാർ കൊടുത്ത മറുപടിയാണ് വാർത്ത. ഇത് മെയ് 13 മനോരമയിലെ വാർത്തയാണ്. ഈ വാർത്തയിലും ഈ മൊത്തം വാർത്തയ്ക്കകത്തുള്ള ഒരു ഒഫീഷ്യൽ ഫോക്കസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? കണ്ടോ? വീണ്ടും അപേക്ഷിക്കേണ്ട, ഫീസ് തിരികെ നൽകും, അന്വേഷണം CBIക്ക്, ഒരാൾ അറസ്റ്റിൽ. മൊത്തത്തിൽ വായിക്കുമ്പോൾ എന്തൊരു പരീക്ഷണം എന്നൊരു ഹെഡിങ്ങും ബാക്കി സർക്കാർ നടപടികളും അങ്ങനെ മൊത്തത്തിൽ വായിക്കുമ്പോൾ വായനക്കാരന് തോന്നും, എന്തോ കാലക്കേടാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക്. പക്ഷെ കുഴപ്പമില്ല, സർക്കാർ എല്ലാ ആക്ഷൻ എടുക്കുന്നുണ്ട്, നന്നായിട്ട് കേരളം പോകുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് തോന്നും. അതാണ് ആ വാർത്തയുടെ ഉദ്ദേശം തന്നെ. ഇതേ വിഷയത്തിൽ ഈ ഒഫീഷ്യൽ ഫോക്കസ് ചെയ്തിട്ടുള്ള അങ്ങനെ വെച്ചിട്ടുള്ള സോഫ്റ്റ് പെഡലിങ്ങിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ കാണിക്കാൻ കഴിയും. സമയപരിമിതികളുകൊണ്ട് മാത്രം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ച് മാത്രം ഞാൻ കാണിക്കാം. കണ്ടില്ലേ? 5 പേര് അറസ്റ്റിൽ, അന്വേഷണം വ്യാപിപ്പിച്ചു. സർക്കാർ നടപടികൾക്കാണ് ഇതിലെ പ്രധാനപ്പെട്ട ഫോക്കസ്. ഇത് ഏഷ്യാനെറ്റിൻ്റെ തമ്മിലാണ്. പുതിയ ഡേറ്റ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്രേ. ഏഷ്യാൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ വിഷയത്തിൽ, ഈ നീറ്റ് എക്സാം ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ മനോരമ മെയ് 13 കൊടുത്ത അതേ തലക്കെട്ട് ചെറിയ മാറ്റമൊക്കെ വരുത്തി കോപ്പി അടിക്കാനും ഏഷ്യാനെറ്റ് മറന്നില്ല. ഇത് കണ്ടോ? എന്തൊരു പരീക്ഷണം എന്ന് മനോരമ, എന്തൊരു പരീക്ഷണം ഇതൊക്കെ ഇട്ടിട്ട്, ഇപ്പുറത്ത് വല്ലാത്തൊരു പരീക്ഷണം എന്ന് ഇപ്പുറത്തും. BJP നേതാവിൻ്റെ ചാനലായ ഏഷ്യാനെറ്റിനും കോൺഗ്രസ് രാഷ്ട്രീയം പറയുന്ന മനോരമയും തമ്മിലുള്ള ആ തലക്കെട്ടിലുള്ള ആ അന്തർധാരയും ആ ഐക്യവും നോക്കണം. നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് പോകാം. അതെ, ഫ്രെയിമിംഗ്. വാർത്തയുടെ ഹെഡിങ്ങുകളും സബ് ഹെഡിങ്ങുകളും തുടങ്ങി ഉള്ളടക്കത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയുള്ള ഫ്രെയിമിംഗ് ചെയ്യുന്നതാണ് ഈ സോഫ്റ്റ് പെഡലിങ്ങിൻ്റെ മറ്റൊരു രീതി. കാട്ടാന ആക്രമണത്തിൻ്റെ ആ വാർത്തയുടെ ഉദാഹരണം എടുത്താൽ, കാട്ടാന വീണ്ടും നാട്ടിലിറങ്ങി, തീരാത്ത മനുഷ്യ വന്യജീവി സംഘർഷം എന്ന രീതിയിലുള്ള എന്ന സ്റ്റൈലിലുള്ള റിപ്പോർട്ടിങ്ങൾ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വീണ്ടും അല്ലെങ്കിൽ തീരാത്ത എന്നൊക്കെയുള്ള വാക്കുകൾക്ക് ഒരു ഊന്നലുണ്ട്. തീരാത്ത, വീണ്ടും എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഇത് പതിവുള്ളതാണ് എന്ന് സ്ഥാപിക്കലാണ്. പതിവായത് നോർമലായ സംഗതിയാണ്. ആശ്ചര്യപ്പെടാനോ ആശങ്കപ്പെടാനോ ഒന്നുമില്ല എന്ന രീതിയിലായിരിക്കും ഈ തരത്തിലുള്ള ഫ്രെയിമിങ്ങുകൾ. ഒരു ഉദാഹരണം ഞാൻ കാണിക്കാം. 11 ദിവസത്തിനുള്ളിൽ ഏതാണ്ട് 10 രൂപയ്ക്കടുത്ത് ഇന്ത്യയിൽ പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചതിന് പത്രമുദ്ദേശി കൊടുത്ത വാർത്തയുടെ തലക്കെട്ടിതാണ്. എന്തൊരു സ്പീഡ് ഇത്രേ! ഈ ഫ്രെയിമിംഗ് ഉപയോഗിച്ചിട്ടുള്ള മാനിപ്പുലേഷൻ്റെ വൺ ഓഫ് ദ ഉദാഹരണമാണിത്. അടുത്തത്, നീറ്റ് ചോദ്യം ചോർന്നോ എന്ന് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. വായനക്കാരനോ അല്ലെങ്കിൽ വാർത്ത കേൾക്കുന്നവനോ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കണമായിരിക്കും നീറ്റ് ചോദ്യം ചോർന്നോ എന്നുള്ളത്. ബോധപൂർവമായ ഈ തരത്തിലുള്ള ഫ്രെയിമിംഗ്, വാക്കുകളുടെ ഫ്രെയിമിംഗ് ഉപയോഗിച്ചിട്ടുള്ള മാധ്യമങ്ങളുടെ മാനിപ്പുലേഷൻ കണ്ടുപിടിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ്. എല്ലാ വാർത്തകളോടും വാട്ട്, വെൻ, വൈ, ഹൗ എന്ന ചോദ്യങ്ങൾ സ്വയം ചോദിച്ചു നോക്കുക. ഹെഡ്ലൈനിലും വാർത്തയുടെ കണ്ടന്റിലും സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ് ഇതൊന്നുമില്ലെങ്കിൽ ഉറപ്പിക്കാം, ഫ്രെയിമിങ്ങിലൂടെ നിങ്ങൾ കബളിപ്പിക്കപ്പെടുകയാണ്.
ഫ്രെയിമിംഗ് പോലെ തന്നെ വാർത്തയിലെ ടോൺ ഈ സോഫ്റ്റ് പെഡലിംഗിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ കാട്ടാൻ ആക്രമണത്തിൻ്റെ തന്നെ മറ്റേ സ്ഥിരം ഉദാഹരണം എടുത്താൽ, ദാരുണമായ സംഭവം കൊമ്പൻ കാട്ടിലേക്ക് മടങ്ങി, അതല്ലെങ്കിൽ മറ്റേ ആന കാട്ടിലേക്ക് മടങ്ങിയതായി വനം വകുപ്പ് അറിയിച്ചു എന്നൊക്കെയുള്ള തലക്കെട്ട് കൊടുത്താൽ എങ്ങനെയിരിക്കും? ഈ ടോൺ വെച്ചുകൊണ്ടുള്ള സോഫ്റ്റ് പെഡലിങ്ങിന് കഴിഞ്ഞ ആഴ്ചയിലെ വാരവിചാരത്തിന്റെ പ്രത്യേക പുരസ്കാരം മലയാള മനോരമയ്ക്കാണ്. ഇന്ത്യൻ ജനതയുടെ ജീവിതം ദുസ്സഹമാക്കുന്ന അടിക്കടിയുള്ള ഇന്ധന വിലവർധനവിന് മനോരമ സോഫ്റ്റ് ടോണിൽ കൊടുത്ത തലക്കെട്ടാണിത്. എങ്ങോട്ടാണ് ഈ പോക്ക് എന്ന്? മനോരമ മുതലാളിയുടെ മാതാവിന് വായുഗുളിക വാങ്ങാനാണ് ഈ പോക്ക് എന്നാണ് ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ടത്. ബൈ ഓഫ് ടോപ്പിക് അല്ല, ഓൺ ടോപ്പിക്. വാരവിചാരത്തിന് നിങ്ങളുടെ ഒരു സഹായം ആവശ്യമാണ്. വ്യൂവേഴ്സിൻ്റെ ഒരു സഹായം, ഹെൽപ്പ് ആവശ്യമുണ്ട്. നേരത്തെ ഞാൻ പ്രഖ്യാപിച്ച പോലെ വാരവിചാരം എല്ലാ ആഴ്ചയിലുള്ള വാരവിചാരം ഇങ്ങനെ അവാർഡുകൾ പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓരോ ആഴ്ചയിലെയും പ്രത്യേക മാധ്യമ പ്രവർത്തന രീതിക്കൊക്കെയുള്ള അവാർഡ് പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊരു പേര് വേണം. ഞാൻ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ ആലോചിച്ചപ്പോൾ അമേദ്യ മാധ്യമ പ്രവർത്തന പുരസ്കാരം, അല്ലെങ്കിൽ പ്രത്യേക മാപ്ര പുരസ്കാരം, അങ്ങനെയൊക്കെ അവർ ആലോചിച്ചൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ നല്ല പേരുകൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ, ഇതുപോലത്തെ പേരുകളുണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന പേരുകൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് വാരവിചാരത്തിൻ്റെ പ്രത്യേക സമ്മാനവും ഉണ്ടായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ വീടുകളിൽ നടന്ന ED റെയ്ഡ്. സ്വാഭാവികമായി ഒട്ടുമിക്ക മാധ്യമങ്ങളും CPIM-നെ നേരിട്ട് ആക്രമിക്കുന്ന രീതിയിലാണ് വാർത്തകൾ ചെയ്തത്. EDയുടെ വാഹനം CPIM പ്രവർത്തകർ ആക്രമിച്ചതിനെ പ്രധാന ഫോക്കസിലാക്കിയും ശ്രീമതി വീണ ടിയുടെ എക്സാലോജിക് എന്ന കമ്പനി അഴിമതി നടത്തി എന്ന ആരോപണത്തെ മുൻനിർത്തിയും നിരവധി സ്റ്റോറികളും ചർച്ചകളും മാധ്യമങ്ങൾ നടത്തി. വാരവിചാരത്തിന് ഈ വിഷയത്തിൽ 3 കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ആദ്യം ആദ്യത്തെ കാര്യം പറയാം. ഒന്നാമത്തെ കാര്യം പറയാം. ഏത് തരത്തിലുള്ള മൈനിങ്ങും അല്ലെങ്കിൽ ഖനനവും സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാതെ പൊതുമേഖലയ്ക്ക് കൊടുക്കണമെന്നും അല്ലെങ്കിൽ സർക്കാരുകൾ അത് ഏറ്റെടുത്ത് ചെയ്യണം എന്നതാണ് ഇടതുപക്ഷത്തിന്റെ, വിശിഷ്യ ഇന്ത്യയിലെ CPIM, CPI പോലുള്ള പാർട്ടികളുടെ കാലാകാലങ്ങളായിട്ടുള്ള നിലപാട്. ആ നിലപാടിൽ ഇടതു പാർട്ടികൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും വെള്ളം ചേർത്തതായിട്ടോ അല്ലെങ്കിൽ അതിന് വിരുദ്ധമായ ഒരു നിലപാട് ഇടതു പാർട്ടികൾ സ്വീകരിച്ചതായിട്ടോ നമ്മുടെ മുമ്പിൽ തെളിവുകളൊന്നുമില്ല. പക്ഷെ വിഷയം അത് മാത്രമല്ല. അഴിമതി കേസുകളിൽ വിവാദ കഥാപാത്രമായ ആലപ്പാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇല്ലീഗൽ മൈനിങ് നടത്തിയെന്ന് കുപ്രസിദ്ധിയുള്ള മൊത്തത്തിലൊരു ഷെയ്ഡി ഔട്ട്ലുക്കുള്ള കരിമണൽ കർത്ത എന്നറിയപ്പെടുന്നയാളുടെ CMRL എന്ന കമ്പനിയുമായി അത് എന്ത് തരത്തിലുള്ള കോൺട്രാക്റ്റ് ആയാലും എന്തുകൊണ്ട് ശ്രീമതി വീണ അല്ലെങ്കിൽ വീണയെ പോലൊരാൾ ബിസിനസ് ബന്ധം ഉണ്ടാക്കി എന്ന ചോദ്യം തീർത്തും പ്രസക്തമാണ്. ആ ചോദ്യത്തിന് ശ്രീമതി വീണ ടി കൃത്യമായ മറുപടിയും പറയേണ്ടതുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, 15 വർഷത്തിനിടയിൽ CMRL എന്ന കമ്പനി പണം കൊടുത്തത് നിരവധി പേർക്കാണ്. നിലവിലെ വ്യവസായ മന്ത്രിയായ കുഞ്ഞാലിക്കുട്ടിക്കും ആഭ്യന്തരമന്ത്രിയായ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കും മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കും ഉൾപ്പെടെ കോടികളാണ് ഈ കമ്പനിയുടെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിനായിട്ട് CMRL എന്ന കമ്പനി കൊടുത്തത്. ഏതാണ്ട് 40 കോടിയോളം രൂപ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരും ഈ സ്മൂത്ത് ഫംഗ്ഷനിന് വേണ്ടിയിട്ട് CMRL എന്ന് വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് 182 കോടിയുടെ കള്ളപ്പണം CMRL എന്ന കമ്പനി വെളുപ്പിച്ചു എന്നതിലാണ് EDയുടെ ഇപ്പോഴത്തെ ഈ അന്വേഷണം. എന്നാൽ ഈ കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾ നമ്മളോട് പറയുന്നില്ല. ഈ വസ്തുതയെല്ലാം മറച്ചുവെച്ച് ശ്രീമതി വീണയിൽ മാത്രം ഈ വിഷയത്തെ, ഈ മൊത്തത്തിലുള്ള കേസിനെ തളച്ചിടുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ. ഈ വിഷയത്തിൽ വാരവിചാരത്തിന് പറയാനുള്ള മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരു വിച്ച് കണ്ട് നടക്കുന്നുണ്ട്. സംഘി ഇൻഡസ്ട്രീസ് എന്നൊരു സ്ഥാപനത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2023 ആ സ്ഥാപനത്തിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു. റെയ്ഡിന് ശേഷം അതേ വർഷം തന്നെ അദാനി ഗ്രൂപ്പ് ആ സ്ഥാപനം വിലയ്ക്ക് വാങ്ങി. മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട് GVK എന്നൊരു കമ്പനിയുടെ കയ്യിലായിരുന്നു, GVK ഗ്രൂപ്പ്. അവിടെയും 2021 EDയെയും CBIയും ഉപയോഗിച്ചുള്ള വിച്ച് കണ്ട് കേന്ദ്ര സർക്കാർ നടത്തി. കേന്ദ്ര ഏജൻസികളുടെ ആ വിച്ച് കണ്ടിന് ശേഷം ചുളുവിലയ്ക്ക് മുംബൈ എയർപോർട്ടും അദാനി ഗ്രൂപ്പ് വാങ്ങി. തെളിച്ചു പറഞ്ഞാൽ GVKക്ക് അത് വിൽക്കുക എന്നല്ലാതെ വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതേ ഫോർമാറ്റ് തന്നെയാണ് തമിഴ്നാട്ടിലുള്ള കൃഷ്ണപുരം പോർട്ടിലും സംഭവിച്ചത്. കൃഷ്ണപുരം പോർട്ടിനെതിരെയും ആദ്യം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം, റെയ്ഡ്, അതിനുശേഷം അദാനിയുടെ രംഗപ്രവേശം. ACC സിമൻസിലും നടത്തിയത് ഇതേ ഓപ്പറേഷനാണ്. ACC സിമൻസിൽ ആദ്യം റെയ്ഡും അന്വേഷണം നടത്തി, അതിനുശേഷം അദാനി വന്ന് വാങ്ങി. കഴിഞ്ഞില്ല. ഇന്ത്യയിൽ ഏതാണ്ട് നല്ല രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന NDTVക്ക് സംഭവിച്ചതും എന്താണെന്ന് അറിയാമല്ലോ. ആദ്യം CBIയെ കൊണ്ട് NDTVയിൽ റെയ്ഡും അന്വേഷണവും നടത്തിച്ചു. എന്നിട്ട് അദാനിയെ കൊണ്ട് ചുളുവിലയ്ക്ക് വാങ്ങിപ്പിച്ചു. ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട കമ്പനികൾക്കെതിരെയെല്ലാം കേന്ദ്ര ഏജൻസികളുടെ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളും റെയ്ഡുകളും ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, റിലയൻസിനെതിരെ ഉൾപ്പെടെ. എന്നാൽ അദാനി ഗ്രൂപ്പിന്റെ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കെതിരെ കാര്യമായ എന്തെങ്കിലും റെയ്ഡോ പിഴയോ അല്ലെങ്കിൽ കാര്യമായ കേസുകളോ മറ്റോ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന വാർത്തകൾ നിങ്ങൾ കേൾക്കാറുണ്ടോ? CMRLനെതിരെയുള്ള EDയുടെ ഈ അന്വേഷണത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട, അതിലെ വളരെ കാതലായ ഭാഗം ഇതാണ്. ഈ അന്വേഷണവും നേരത്തെ സൂചിപ്പിച്ച സംഭവങ്ങളെ പോലെ അദാനിക്ക് വേണ്ടിയുള്ള BJP സർക്കാരിന്റെ വിച്ഛേണ്ടാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല. ഈ കേസും റെയ്ഡുമൊക്കെയായി വളരെ വൈകാതെ CMRL എന്ന കമ്പനി പൂർണ്ണമായും തന്നെ തകർന്നേക്കാം.
അദാനി ഗ്രൂപ്പിനെ CMRL വളരെ ചുളുവിലയ്ക്ക് വാങ്ങാനും കിട്ടും. അതാണ് ഇതിന്റെ ലാർജർ ഗെയിം പ്ലാൻ എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള വസ്തുതകൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ബാക്കി ഇപ്പോൾ നടക്കുന്ന ഈ കേസിനെ സംബന്ധിച്ച ED കേസിനെ സംബന്ധിച്ച എല്ലാ ബഹളങ്ങളും എല്ലാ തരത്തിലുള്ള കോലാഹലങ്ങളെല്ലാം വെറും പുകമറ മാത്രമാണ്. ഞാനിപ്പോൾ പറഞ്ഞതൊന്നും, അതായത് ഇന്ത്യയിൽ നടക്കുന്ന ഈ കമ്പനികൾക്കെതിരെയുള്ള വിച്ചുകണ്ടിനെ പറ്റിയൊന്നും മാധ്യമങ്ങൾക്കോ മാധ്യമ പ്രവർത്തകർക്കൊന്നും അറിയാത്ത സംഭവങ്ങളൊന്നുമല്ല. ഈ വിഷയത്തിന്റെ ഈ ഒരു സൈഡ് മാത്രം മാധ്യമങ്ങൾ ബോധപൂർവം തന്നെ കൊടുക്കാത്തതാണ് അദാനിക്ക് വേണ്ടിയുള്ള നമ്മുടെ മാധ്യമങ്ങളുടെ പ്രത്യേക കവചം. താരതമ്യേന ചെറിയ സ്ഥാപനമായ CMRL മിണ്ടാതിരുന്ന് വാലാട്ടാൻ മാധ്യമങ്ങൾക്ക് 40 കോടി കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ മുതലാളിയായ അദാനിയുടെ കയ്യിൽ നിന്ന് മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരും എത്ര രൂപ വാങ്ങി നക്കിയിട്ടുണ്ടാവും? നമ്മൾ പറഞ്ഞു തുടങ്ങിയത് വാർത്തകളിലെ സോഫ്റ്റ് പെഡലിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും കാണുന്ന കേൾക്കുന്ന വാർത്തകളിൽ നിരവധിയായ സോഫ്റ്റ് പെഡലിംഗ് ഉണ്ട്. മാധ്യമ സാക്ഷരതയുള്ളവരാണ് മലയാളികൾ എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും മാധ്യമങ്ങൾ നമ്മളെ കബളിപ്പിക്കുന്നത് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാനാവാറില്ല. ഇനി മുതൽ നിങ്ങൾ ഏത് വാർത്ത കാണുമ്പോഴും കേൾക്കുമ്പോഴും അതിലെ സിവിയാരിറ്റി എത്രമാത്രം മാധ്യമങ്ങൾ മറച്ചുവെച്ചു എന്ന് പരിശോധിക്കാൻ ഭരണകൂടത്തിനെതിരെയുള്ള വാർത്തകളുടെ തലക്കെട്ടുകളിൽ ഒഫീഷ്യൽ ഫോക്കസിനെ എത്രമാത്രം ഊന്നൽ കൊടുത്തുകൊണ്ട് നിങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയാൻ ബോധപൂർവമായ ഫ്രെയിമിങ്ങിലൂടെയും ക്രൂക്ക്ഡായ ടോണിലൂടെയും നിങ്ങളെ ഓരോ വാർത്തകളിലും എത്രത്തോളം നമ്മുടെ മാധ്യമങ്ങൾ പറ്റിച്ചു എന്നൊക്കെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ വാരവിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.